ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ പെഗ്ഗായിരിക്കും. ഇനിയിപ്പോ ഇടികൊണ്ടി വരും. നമ്മുടെ നാട്ടുകാർ നല്ല ഇടിയിടിക്കും. ചെല്ലി പോയി നോക്ക്. നീ പോയി നോക്ക്. നീ പോയി നോക്ക്. അന്ന് ഒരുമിച്ച് നോക്കവാ. ഞാൻ അപ്പുറത്ത് നോക്കിട്ടരാ. അങ്ങനെയൊക്കെ അല്ലേ? ഓടിയിട്ട് കാര്യമില്ല, ചുറ്റും വളഞ്ഞു കാണും. ചത്താലും ഒരുമിച്ച്, മരിച്ചാലും ഒരുമിച്ച്. അപ്പൊ മരണം ഉറപ്പായല്ലേ? ഏകദേശം. എടാ മക്കളെ, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ അപ്പനെ ഉയർത്തെഴുന്നേറ്റടാ. ആണടാ, ഞാനിപ്പോ എഴുന്നേൽപ്പിച്ചിട്ട് വരുന്നേ ഉള്ളൂ. വിശ്വസിക്കാൻ കഴിയുന്നില്ല സഭാനസ് ഉയർത്തെഴുന്നേറ്റെന്ന്. അല്പസ്വല്പം മദ്യമൊക്കെങ്കിലും പള്ളിയും വിശ്വാസമൊക്കെ ഉള്ള ആളല്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളാണെന്ന്. കർത്താവ് പൊന്നുതമ്പുരാനെ പോലെയാണല്ലോ സബാനോസിന്റെ മരണവും ഉയർപ്പും. എന്റെ ദൈവമേ, ശരിയാ. സെബാനോസ് വെള്ളിയാഴ്ച മരിക്കുന്നു, ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു ചായ സ്ട്രോങ്ലി. എന്നതാണോ എളി പറയണത്? നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ് പോലും, അതും സെബാനോസ്. ഈ പള്ളിയിലച്ഛനെ പള്ളിയിൽ ആളെ കൂട്ടാൻ വേണ്ടി എന്ത് തോന്നിയ അതിന് കൊടപിടിക്കാൻ കപ്പിയാരും. അതൊക്കെ കേട്ട് വിശ്വസിക്കാൻ നിന്നെ പോലത്തെ കുറെ പോഴന്മാരുണ്ടെന്നാണ് പറഞ്ഞത്. ഈ കപ്പ്യാരല്ലത് സെബാനോസ് ഉയർത്തെഴുന്നേറ്റത്. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാ? താങ്കണ്ട ആരും കണ്ടിട്ടില്ല. ആ കുഴി ഒന്ന് തുറന്നു നോക്ക്, അപ്പൊ കാണാൻ സെബാനോസ് കിടക്കുന്നത്. എന്താ ശരിയല്ലേ? എടാ, നിങ്ങൾ എല്ലാവരും ആശാന്റെ പുറകെ ചെല്ലി കുഴിമാട് ആശാൻ തുറക്കും. നിങ്ങൾ കൂടെ നിന്നാ മതി. സത്യം, സോളമേശ വിജയിപ്പിക്കും. നമുക്ക് സോളമേശ ഉണ്ട്. താന് പറഞ്ഞ പറഞ്ഞു പോയനെപ്പോലെ ഇരിക്കേണ്. ഈ സോളവും പറഞ്ഞതിലും കാര്യമില്ലാതില്ല അല്ലേ? അതെ. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, നല്ലത് തുറന്നാൻ പറ്റും. ഉയർത്തെഴുന്നേറ്റ് അച്ഛനും കപ്പ്യാർക്കും മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടണം. ഞങ്ങളെ ഒരുമാതിരി മണ്ടന്മാരല്ല, ഞങ്ങൾക്കൂടെ ബോധ്യപ്പെടണം. അതെ, നിങ്ങൾ കള്ളും കുടിച്ച് വായി തോന്നുന്നു പറയാനുള്ള സ്ഥലമല്ല ഇത്. ഇത് വിശ്വാസികളുടെ കാര്യമാണ്. അതെ, അച്ഛൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഇക്കാര്യത്തിൽ ഞങ്ങൾ സോളവന്റെ കൂടെ. അല്ലെ കല്ലറ തുറന്ന് കാണിക്കേ, എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കാം. നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചാൽ മതി. ആശാനും ഉദ്ദേശിച്ചതല്ലട്ടാ. അച്ഛനൊരു ഉത്തരം വിട്ടപ്പോ കൊഞ്ഞനും കുത്തരുത്. ഈ കല്ലറ തുറന്നിരിക്കും, ആശാനത്ത് കുത്തി പൊളിക്കും. അത്ര അരിച്ചുണ്ട്. അതെ, പള്ളിയിൽ മരിച്ച ഒരാളുടെ കല്ലറ തുറക്കണമെങ്കിൽ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ സഭയുടെ കാര്യം നോക്കിയാൽ മതി, മറ്റു നിയമവശങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സബാനോസിന്റെ പേര് പറഞ്ഞെങ്കിലും ഇത്രയും പേര് ഒരുമിച്ച് പള്ളി വിട്ടത് കൂടിയല്ലോ. അതിന് ഞാൻ സബാനോസിനോട് നന്ദി പറയും. നിങ്ങൾ തൽക്കാലം പോകും, നമുക്ക് അടുത്ത പള്ളി മീറ്റിംഗിൽ തീരുമാനിക്കാം. ഇത് നടക്കാനൊന്നും കണ്ണുകളിൽ നിൽക്കണം.
വർത്താനം ഈ പറയണത്? ഞങ്ങളുടെ അപ്പന്റെ കല്ലറ കുത്തി തുറക്കാനാ? ഞങ്ങൾ സമ്മതിക്കൂല. എടാ നീയൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നാട്ടുകാർ വന്ന് കല്ലറ കുത്തി തുറന്നോളൂ. അച്ഛാ ഈ കല്ലറ കുത്തി തുറക്കുന്നൊക്കെ ശരിയായ നടപടി. എന്റെ വായിരിക്കുന്ന പൊളിച്ച തെറി കേൾക്കുന്നേ കേട്ടോടാ. നീയൊക്കെ ഒരു തവണ കല്ലറ കുത്തി തുറന്നതിന്റെ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. അതെ, നിന്റെയൊക്കെ ജോണിയെ വിളിച്ച് കിട്ടിയോ? വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. പരിധിക്കുറത്താന്ന് പറയണ. എടാ അവനെ കിട്ടുകയല്ല. എങ്ങനെ കിട്ടാനാ? അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ചേട്ടാ ഈ ഗതികെട്ടവന്മാർക്ക് വേണ്ടിയാണല്ലോ ഇത്രയും കിടന്ന. നിന്റെയൊക്കെ തമാശകളെയല്ല ഇത്. നമ്മളീ മാത്രം ഒതുങ്ങി നിന്ന കാര്യം ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന നാട്ടുകാരാ. നാട്ടുകാരെ നമ്മളെന്തിനാ പേടിക്കണത്? ഞങ്ങളുടെ അപ്പനാരും ഞങ്ങൾ പോയിക്കോളാം. ഓ, അപ്പനോട് സ്നേഹമുള്ള രണ്ട് മുതലുകള്. നീയൊക്കെ വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ബോഡി എടുത്തുന്നു. ആണോ? ആണോടാ? നമ്മള് ബോഡി എടുത്തല്ലേ? ബോഡി എടുത്തില്ലേ? അച്ഛാ നമ്മളപ്പോ ബോഡി എടുത്തില്ലേ? എടുത്തടാ, എടുത്തെ പോക്കറ്റിലോട്ട് കൊണ്ട് ഇട്ടേക്കുന്നു. കർത്താവേ, യഹോമാരെ വെച്ച് നോക്കുമ്പോ നീ ചുമന്ന കുരിശ് അത്ര സിമ്പിളാ. അച്ഛോ, ഈ മരിച്ചു കഴിഞ്ഞാ ആത്മാവും ശരീരവും രണ്ടാണെന്നല്ല അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പൊക്കിയത് അപ്പൻ്റെ ആത്മാവിനായിരിക്കോ? അങ്ങനെയാണെങ്കിൽ കല്ലറ തുറന്ന അപ്പൻ്റെ ബോഡി കൂടി തന്നെ കാണൂലേ? അത് ശരിയാണല്ലോ. ശാസ്ത്രലോകം ഇത്രയും വളർന്ന ഈ ആധുനിക കാലത്ത് വിശ്വാസത്തിന് ജനങ്ങളുടെ മേൽ എത്രമാത്രം ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന സെബാനോസിന്റെ കല്ലറ തുറക്കൽ ചടങ്ങ്. സെബാനോസിന്റെ നാട്ടുകാരൻ എന്ന നിലയിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? സബാനോസ് തികച്ചും ഒരു ദൈവവിശ്വാസി തന്നെയാണ്. കർത്താവ് അനുതമ്പുരാൻ വെള്ളിയാഴ്ച മരിച്ചിട്ട് ഞായറാഴ്ച ഉയർത്തെഴുന്നേക്കുന്നു. അതുപോലെ തന്നെ സബാനോസും വെള്ളിയാഴ്ച മരിക്കുന്നു, ഞായറാഴ്ച ഉയർത്തെഴുന്നേക്കുന്നു. ഞങ്ങൾ വിശ്വാസികൾക്കിടയിൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. സബാനോസിന്റെ പേര് പറഞ്ഞപ്പോഴേ രോമം എഴുന്നേറ്റ് നിൽക്കുക. നോക്ക്, പൊങ്ങണ കണ്ട. വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു സത്യവും അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മിഥ്യയുമാണ്. സെബാനോസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമോ അതോ മിഥ്യയോ? നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം. താങ്കളുടെ പേര്? ഞാൻ സോളമൻ. അത് സോളമൻ. ഞാൻ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി സോളമൻ എന്താ പറയാനുള്ളത്? ദൈവമൊന്നുമില്ല. ദൈവത്തിനുണ്ടാക്കുന്നത് മനുഷ്യന്മാരല്ലേ? കൊറോണ കാലത്ത് ദൈവം എവിടെ ഇരുന്നു പറ? മനുഷ്യന്റെ ഉള്ളിൽ കിടക്കണ ഭയം. ആ ഭയത്തെ മുതലാക്കലാണ് മതം. ആൾക്കാരെ റോക്കറ്റ് കയറി ചന്ദ്രനിലേക്ക്. ഇവിടെ കുഴിനൃത്തം പൊന്തി വരുന്ന മതി കാത്തിരിക്കാണ് കുറെ പൂഴന്മാര്. അതെ, നിങ്ങൾ കുറെ പഠിച്ചതല്ലേ, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഇത് വിശ്വസിക്കണം. എങ്ങനെയാണ് നെറ്റില് വരച്ചു വെച്ചേക്കണം നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളാണെന്ന്? വെറുത്തുപോയി. എന്ത് പറയാനാ? അതെ, സോളമൻ പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസം. ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ സോളമന്റെ വാക്ക് വിശ്വസിച്ച് വന്നവരാ. സത്യം എന്താണെന്ന് നമുക്കറിയണോ? വിശ്വാസികളുടെയും നാട്ടുകാരുടെയും ആവശ്യപ്രകാരം കളക്ടറുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ സഭയുടെയും സെബാനോസിന്റെ മക്കളുടെയും അനുമതിയോടെ കല്ലറ തുറക്കുന്ന നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തീകരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം കല്ലറ തുറക്കൽ ചടങ്ങ് ഇവിടെ ആരംഭിക്കും. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ ഷിൻഡോയ്ക്കൊപ്പം ശ്രീലക്ഷ്മി, നാഷൻ ന്യൂസ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പോലീസ് നായൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടു. ഇനി പെട്ടി തുറക്കുമ്പോ ബോഡി അതിലില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആരോ തൂക്കിയതാ. അത് ഒരാളെ കൊണ്ടൊന്നും പറ്റില്ല, മിനിമം ഒരു 3 പേര് വേണ്ടി വരും. അല്ലടാ ജിജു, ജിൻഡു കറക്റ്റ് അല്ലേ? എടാ നിങ്ങൾ വിഷമിക്കണ്ട, ഞാനൊരു സംശയം പറഞ്ഞത്. പെട്ടി തുറക്കുമ്പോൾ നിങ്ങളുടെ അപ്പൻ അതിൽ തന്നെ കാണും. ഒന്നും മിണ്ടാണ്ടിരിക്കണം.
പോകാൻ പറ്റില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആ പരാതിക്കാരനെ വിളിക്ക്. ഇതിൽ പരാതിക്കാരൻ സോളമനാരാ? ആശാനെ, കളക്ടർ പോലീസൊക്കെ ഇടപെട്ട കേസാണ്ടാ. ഇനി അങ്ങനെ പെട്ടുകൊടുക്കാൻ പറ്റാത്ത ബോഡി ഇല്ലെങ്കിൽ നാട്ടുകാർ കൂടും, സംഘർഷം ഉണ്ടാവും. നാട്ടുകാരെ കൂടിയനും ഗവൺമെന്റ് നഷ്ടം ഉണ്ടാക്കിയനും ആശാൻ ജീവിതകാലം മുഴുവൻ ജയിലായിരിക്കോട്ടാ. ആശാനെ പറ്റി എന്റെ ജോലി ആശാനെ. ഇതിലൊന്ന് ഒപ്പിട്. ആ കൊടു. ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ലേ സബാനോസ് ഉയർത്തെഴുന്നേറ്റത്. സബാനോസ് ഉയർത്തെഴുന്നേറ്റു. നിങ്ങളത് മനസ്സിലാക്കണം. വിശുദ്ധ സബാനോസ് ഉയർത്തെഴുന്നേറ്റേ. ഹല്ലേലൂയ.